വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ കൂട്ടുകാരെ, വിജ്ഞാനത്തിൻ്റെ പൊൻകിരണങ്ങളിൽ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിപ്രഭാവത്തോടെ സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിന്ന മഹാമനുഷ്യയാണ് ശിഹാബുദ്ദീൻ അഹ്മദ് കോയ ശാലിയാത്തി. ഹിജ്റ വർഷം 1302 ജുമാദുൽ ഉഖ്റ 22-നാണ് മഹാനവറുകൾ ജനിക്കുന്നത്. പിതാവ് ചാലിയത്ത് കുഞ്ഞാലിക്കുട്ടി മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു. പിതാവിൽ നിന്ന് തന്നെയാണ് മഹാനവറുകൾ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയത്. ശേഷം പ്രധാന ഗുരുക്കളായി സ്വീകരിച്ചത് നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ. നമ്മുടെ അറിവിൽ ആലിക്കുട്ടി മുസ്ലിയാരെ ബ്രിട്ടീഷുകാർ തൂക്കുമരത്തിൽ തൂക്കിക്കൊള്ളുകയായിരുന്നു. എന്നാൽ കേവലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിലപ്പുറം ആലിക്കുട്ടി മുസ്ലിയാർ വൈജ്ഞാനിക രംഗത്ത് വലിയ ബഹറായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുവാണ് അഹ്മദ് റിള ഖാൻ എന്ന ഷെയ്ഖ്. ആലാ ഹസ്രത്ത് എന്ന പേരിലാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. ആ മഹാനിൽ നിന്നാണ് ശാലിയാത്തി ഇമാം സമസ്തയുടെ പതാക വാങ്ങിയത്. ശേഷം ശാലിയാത്തി ഇമാം അത് സമസ്തയ്ക്ക് സമർപ്പിക്കുകയും അത് ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു, വർണ്ണവ്യത്യാസങ്ങളില്ലാതെ. ഈ പ്രധാനപ്പെട്ട ഗുരുക്കളുടെ അടുക്കൽ ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം മഹാനവറുകൾ അന്ന് ഇന്ത്യയിൽ അറിയപ്പെട്ട വലിയ സ്ഥാപനമായ വെല്ലൂർ ലത്തീഫിയയിൽ മുത്താലിമായി. 1929 മഹാനവറുകൾ അവിടുന്ന് സനദ് വാങ്ങുന്നത്. എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം പറയട്ടെ, 1929 സനദ് വാങ്ങി ഇറങ്ങുന്നതിന് 3 വർഷം മുമ്പ്, അഥവാ 1926 മഹാനവറുകൾ ഫത്വ ബോർഡിൻ്റെ അംഗമായിരുന്നു. മഹാനവറുകളുടെ സുന്നത്ത് ജമാഅത്തിലെ കടുകട്ടി ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് അറബി ഭാഷ പഠനത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു വലിയ ഗ്രന്ഥമാണ് ബുലൂഗുൽ മറാം. അതിന് പല വ്യാഖ്യാന ഗ്രന്ഥങ്ങളുമുണ്ട്. എന്നാൽ ഒരു മുഹമ്മദ് ഇബ്നു ബുഖാരി എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു ഗ്രന്ഥമാണ് അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ സുബുലുസ്സലാം. അതിൽ ബിദഅത്തിൻ്റെ പല ആശയങ്ങളുമുണ്ട്. മഹാനവറുകളുടെ മക്കൾ ഈ കിതാബെടുത്ത് പരീക്ഷയുടെ ആവശ്യത്തിനായി ഇതെടുത്ത് പഠിക്കുന്ന കണ്ട ശാലിയാത്തി ഇമാം സ്വന്തം മക്കളോട് അത് എന്നെടുത്ത് നോക്കരുത് എന്ന് പറയുകയാണ്. എന്നാൽ മഹാനവറുകൾ പിറ്റേ ദിവസം വരുമ്പോൾ ഈ കാഴ്ച തന്നെയാണ് മഹാനവറുകൾ കാണുന്നത്. മക്കൾ ആ കിതാബ് എടുത്ത് നോക്കുകയാണ്. ആ സമയം മഹാനവറുകൾ സ്വന്തം മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. എന്നിട്ട് മഹാനവറുകളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന സഹോദരൻ്റെ മക്കളോട് പറയുകയാണ്, ഇനി ഇവരെ എൻ്റെ അടുക്കൽ അടുപ്പിക്കരുത്, എനിക്ക് അവരുടെ മുഖം എനിക്ക് കാണണ്ട. അങ്ങനെ മഹാനവറുകളുടെ സമ്പത്ത് മൊത്തം മഹാനവറുകൾ ദീനിന് വേണ്ടി അള്ളാഹുവിലേക്ക് വഖഫ് ചെയ്യുകയാണ്. ഹറംതു അലാ ഔലാദി അംവാലി വഖഫ്തു ലില്ലാഹി തആല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ നിർമ്മിച്ച ഒരു ഖുതുബ്ഖാനയാണ് ചാലിയത്തുള്ള അൽ അസ്ഹരിയ ഖുതുബ്ഖാന. ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്ക് അവിടെ പോയാൽ കാണാൻ സാധിക്കും. ഏതുവരെന്ന് വെച്ചാൽ വർഷങ്ങളോളം പഴക്കമുള്ള തൗറാത്ത്, ഇഞ്ചീൽ എന്നീ ഗ്രന്ഥങ്ങളുടെ കോപ്പി വരെ ആ ഖുതുബ്ഖാനയിൽ നമുക്ക് ലഭ്യമാണ്. ഇത്രയും ആശയ കടുകട്ടിയായിരുന്നു മഹാനവറുകൾ. മഹാന്റെ ആദർശ ധീരതയാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇങ്ങനെയുള്ള മഹാമനുഷി 1974 മുഹറം 27-നാണ് വഫാത്താകുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.